ജീവിതത്തിൽ വിജയിക്കാനുള്ള സക്സസ്ഫുൾ ആവാനുള്ള ഓട്ടത്തിനിടയിൽ പലർക്കും സന്തോഷം എന്ന് പറയുന്നത് അനുഭവിക്കാനേ കഴിയുന്നില്ല. അങ്ങനെ സന്തോഷം അനുഭവിക്കാതെ കൂടുതൽ ആളുകളും പ്രഷറും സ്ട്രെസ്സുമാണ് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജോലി സ്ഥലത്തെ പ്രഷറാവാം, വീട്ടിലെ സാഹചര്യങ്ങളാവാം, അങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സന്തോഷം നഷ്ടപ്പെട്ട് ചിരിക്കാൻ മറന്നു പോകുന്ന ഒരവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് സന്തോഷത്തിലേക്കുള്ള ആദ്യപടി സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ കിടന്ന സ്ഥലം വൃത്തിയാക്കുക, നമ്മുടെ ബെഡ്ഷീറ്റ് നേരെയാക്കുക, വീടൊന്ന് ക്ലീനാക്കുക, അടുക്കി പെറുക്കി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു അലമാര ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ടേബിളൊന്ന് ഓർഗനൈസ്ഡാക്കി വയ്ക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം ശരിക്കും നമുക്ക് അനുഭവിക്കാൻ കഴിയുക, ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗാർഡൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊന്നൊരു പൂ വിരിയുമ്പോൾ അത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം അത് നമുക്ക് എത്ര റീൽസ് സ്ക്രോൾ ചെയ്താലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫിൽറ്ററിങ് ഔട്ട് ദ നോയ്സ് ഇൻ അവർ ലൈഫ്. അനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരാവശ്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുകയും പലരുടെയും സംസാരം ശ്രദ്ധിക്കുകയും ഉപദേശങ്ങളായിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മൾ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഇതിൽ നിന്ന് കുറച്ചൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, എന്നിട്ട് ചിന്തിക്കുക, ശരിക്കും ആരെയാണ് ഞാൻ കേൾക്കേണ്ടത്, എന്താണ് ഞാൻ കേൾക്കേണ്ടത്, എൻ്റെ ജീവിതത്തിൽ പ്രയോജനപ്രദമായ എന്ത് കാര്യങ്ങൾ ആരാണ് പറയുന്നത് എന്നതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലാത്ത നമുക്ക് ഉപകാരപ്രദമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകളെയും അവരുടെ ശബ്ദങ്ങളെയും ഒക്കെ ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുക, കുറച്ച് ഡിസ്റ്റൻസ് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ളത് മാത്രം കേൾക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യാവുന്നതാണ് ചെറിയ ചെറിയ മീനിങ് ഫുൾ സ്റ്റെപ്സ് എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആകെ 15 മിനിറ്റാണ് സ്പെയർ ചെയ്യാനുള്ളൂ എന്ന് കരുതൂ. അപ്പോൾ ഈ 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാനാ എന്ന് കരുതുന്നതിന് പകരം ആ 15 മിനിറ്റ് നമുക്കൊന്ന് നടക്കാൻ പോവാം. പുറത്ത് നടക്കാൻ പോകാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലെങ്കിലും ഒന്ന് നടക്കാം. പ്രത്യേകിച്ച് ഡിസ്ട്രാക്ഷനൊന്നും ഇല്ലാതെ കുറച്ച് നേരം ശാന്തമായി നടക്കുന്നതിന്, ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ്ഡായി അനുഭവപ്പെടും. അതുപോലെ തന്നെ സ്ക്രീനിൽ കൂടുതൽ സമയം നോക്കിയിരിക്കുന്നതിന് പകരം ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകാൻ ശ്രമിക്കുക. അധികവും ആളുകൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ സെയിം ഒപ്പീനിയനുള്ള ആളുകൾ, നമ്മുടെ അതേപോലെ ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവരുമായിട്ട് മാത്രം ബന്ധം സൂക്ഷിക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളാണ്. അല്ലാതെ നമ്മളോട് എതിരഭിപ്രായമുള്ള ആളുകളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നവരാണ്. അതിന് പകരം എല്ലാവരുമായിട്ടും ഒരു ബന്ധം സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെയധികം സഹായിക്കും. അവർ എതിരഭിപ്രായമായിരിക്കും പറയുന്നുണ്ടായിരിക്കുക, നമുക്കതുമായിട്ട് എഗ്രി ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, പക്ഷെ അത് കേൾക്കാമല്ലോ, നമ്മൾ അവർ പറയുന്നത് അനുസരിക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷെ എല്ലാത്തരം അഭിപ്രായങ്ങളെയും കേൾക്കുക, ഒരേ കാര്യത്തിൻ്റെ പല വശങ്ങളെ കേൾക്കാൻ ശ്രദ്ധിക്കുക. അതിനെ അനുകൂലിച്ച് പറയുന്ന നമ്മുടെ അതേ അഭിപ്രായമുള്ള ആളുകളുണ്ടായിരിക്കും, അതിനെ എതിർത്ത് പറയുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ എല്ലാവരെയും കേൾക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സോഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ കൂടാൻ ഇത് സഹായിക്കുന്നത്. അതുപോലെ തന്നെ സന്തോഷിക്കാനുള്ള വേറൊരു വഴിയാണ് പ്രത്യേകിച്ച് ഒന്നും റിട്ടേൺ പ്രതീക്ഷിക്കാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് അപരിചിതരായ ആളുകളെ സഹായിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം. അത് മെറ്റീരിയലിസ്റ്റിക്കായി നമ്മുടെ കയ്യിലുള്ള ഇല്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിലൂടെയും നമുക്ക് സഹായം ചെയ്യാം, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഒരു സഹായമാണ്. ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആളുകളെ തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുക. ഈ നെഗറ്റീവിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാനുള്ള ഏറ്റവും നല്ല വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പോസിറ്റീവായ കാര്യത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജങ്ക് ഫുഡ് ഒരാഴ്ച കഴിക്കില്ല എന്ന്, ജങ്ക് ഫുഡ് പൂർണ്ണമായും ഒഴിവാക്കും എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആ തീരുമാനം എടുക്കുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിന് പകരം ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ഈ ഒരാഴ്ച അരമണിക്കൂറെങ്കിലും വാക്കിങ്ങിന് പോവും, അല്ലെങ്കിൽ ജിമ്മിൽ പോവും, എക്സസൈസ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഡിന്നർ ഇനി ഈ ഒരാഴ്ച എന്തായാലും സാലഡ് മാത്രമായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഈ നെഗറ്റീവിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതിന് പകരം പോസിറ്റീവിലേക്ക് നീങ്ങുക എന്നുള്ള ഇതിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ അധികവും നമ്മുടെ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും. ഏതാണോ എളുപ്പം അത് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ഫസ്റ്റ് ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് പകരം ശരിയായത് ചെയ്യും, അത് കുറച്ച് ഡിഫിക്കൽട്ടാണെങ്കിലും ഞാൻ ശരിയായ കാര്യമേ ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിക്കും.
സാധാരണ നമ്മൾ പറയാറുള്ളത് കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് കമ്പയർ ചെയ്യണമെന്നാണ്. നമ്മളുമായിട്ട് തന്നെ നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വന്നു എന്ന് എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. മുമ്പുള്ള നമ്മളെക്കാൾ ഏതെല്ലാം രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ പിന്നോട്ടടിച്ചിരിക്കുന്നത് എന്നൊക്കെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മളുമായിട്ട് തന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിലാണ് നമുക്ക് നമ്മുടെ ഗ്രോത്ത് മനസ്സിലാക്കാനും എവിടെയാണ് നമുക്ക് പാളിപ്പോകുന്നതെന്ന് മനസ്സിലാക്കാനൊക്കെ കഴിയുള്ളൂ. പിന്നെയുള്ളതാണ് സ്റ്റാർട്ട് ബീയിങ് മോർ പ്രസൻറ്റ്. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അവിടെ പ്രസൻ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. പലരും പല സ്ഥലത്തും ഉണ്ടെന്നേ ഉള്ളൂ. ശാരീരികമായി നമ്മളൊരു സ്ഥലത്ത് ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ മാനസികമായി അവിടെ പ്രസൻ്റ് ആയിരിക്കില്ല. പലരും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കില്ല. വീട്ടിലാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവരെന്താ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരെന്താണ് പറയുന്നതെന്ന് നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ആവാതിരിക്കുക. കൂടുതൽ പ്രസൻ്റ് ആവാൻ ശ്രദ്ധിക്കുക. ആളുകൾ പറയുന്നത് കേൾക്കുക. ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് അവർ പറയുന്നത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നല്ല ആളുകൾക്ക് തോന്നണം നമ്മളത് കേൾക്കുന്നുണ്ട്, നമ്മളവർ വാല്യൂ ചെയ്യുന്നുണ്ട് എന്ന് ആളുകൾക്ക് തോന്നണം. നമ്മൾ ഒരാളോട് സ്നേഹമുണ്ടെന്ന്, അത് കുടുംബാംഗങ്ങളാണെങ്കിലും ആരാണെങ്കിലും നമ്മളവർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്, നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് വായ കൊണ്ട് പറയുന്നതിന് പകരം നമ്മുടെ ആക്ഷൻസ് അത് സ്പീക്ക് ചെയ്യണം, അത് പറയണം. നമ്മൾ വായ കൊണ്ട് പറയുന്നതല്ല, പക്ഷേ നമ്മുടെ ആക്ഷൻസ് അത് പറയണം. നമ്മുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് മനസ്സിലാവണം നമ്മളവർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്, നമ്മളവർ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികൾ സാധൂകരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ജീവിതം എന്താണോ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അത് നല്ല മനസ്സോടുകൂടി അംഗീകരിക്കാൻ, അത് ശ്രദ്ധിക്കാൻ, ആ പാഠങ്ങൾ പഠിക്കാൻ, ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ എല്ലാവരും എനിക്കെതിരാണ്, ദൈവം പോലും എനിക്കെതിരാണ് എന്നൊക്കെയുള്ള ചിന്തയിലൂടെ എല്ലാവരും എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ഞാൻ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് പോവാതെ ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് എന്താണ് നമ്മൾ പഠിച്ചത്, എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജീവിതം എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ പാഠം നമ്മൾ ഉൾക്കൊണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ആ പാറ്റേൺ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെവിടെയാണോ പാളിപ്പോയത് ആ പാളിച്ചകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജീവിതം എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ അവരൊന്നും ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ജീവിതത്തിൽ വിജയിക്കാനോ സന്തോഷം കണ്ടെത്താനോ അവരൊന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവർക്ക് വേണ്ടിയോ അവനവന് വേണ്ടിയോ ഒന്നും ചെയ്യാത്ത ആളുകളാണ് ഒരു പ്രശ്നമില്ലാത്ത ആളുകൾ. ആ കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കുക നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും സന്തോഷങ്ങളും ഉണ്ടാവുകയുള്ളൂ. കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നിർത്തി കൂടുതൽ നന്ദിയുള്ളവരാവാൻ ശ്രമിക്കുക. കംപ്ലൈനിങ് കമ്മിയാക്കിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൂട്ടാൻ ശ്രമിക്കുക. നമുക്ക് എന്തെല്ലാം ഇല്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ച് അതിനെപ്പറ്റി, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ മോശമായി പെരുമാറുന്നു എന്നൊക്കെ ചിന്തിച്ച് അങ്ങനെ പരാതിപ്പെട്ടിയായി ജീവിക്കുന്നതിന് പകരം നമുക്ക് എന്തെല്ലാം ഉണ്ട്, ആരൊക്കെ നമ്മളോട് നന്നായി പെരുമാറി, നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടായി, അല്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം ഓൾറെഡി ഉണ്ട്, അങ്ങനെയുള്ളതിൽ ശ്രദ്ധിച്ച് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അധികം ആളുകളും കംപ്ലയിൻറ്റ് ചെയ്യാനാണ് നമുക്കൊരു ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറയുക. അതില്ല, ഇതില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല അല്ലെങ്കിൽ അവരത് ചെയ്തു തന്നില്ല, ഇവരിങ്ങനെ പറഞ്ഞില്ല എന്നൊക്കെയുള്ള കംപ്ലൈനിങ് ആണ് കൂടുതലുണ്ടായിരിക്കുക. അങ്ങനെ ഒരു പരാതികളിലേക്ക് കൂടുതൽ പോകാതെ നന്ദിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് എന്തെല്ലാം ഉണ്ട്, ആരെല്ലാം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോഴും നമുക്ക് സന്തോഷത്തിൻ്റെ കണികകൾ പല സ്ഥലങ്ങളിലും കണ്ടെത്താൻ കഴിയും. പിന്നെ സന്തോഷിക്കാനുള്ള ഒരു വഴിയാണ് മിനിമലിസം പ്രാക്ടീസ് ചെയ്യുക. ഒരുപാട് സാധനങ്ങൾ കൊണ്ട് വീടും സ്ഥലങ്ങളുമൊക്കെ നിറയ്ക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ബ്രെയിനും എല്ലാം ആവശ്യമില്ലാത്ത ഒരുപാട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെ നമ്മളെല്ലായിടത്തും ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലാത്ത കുത്തി നിറയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ഒക്കെ ഒരുപാട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കാൻ ശ്രമിക്കുക. എത്രത്തോളം സിമ്പിളായി നമ്മൾ ജീവിക്കുന്നോ അത്രയും കാംനെസ്സും സന്തോഷമൊക്കെ നമുക്കുണ്ടായിരിക്കും. അങ്ങനെയുള്ള സിംപ്ലിസിറ്റിയിൽ നിന്നാണ് നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുക. അല്ലാതെ വീട്ടിലൊരുപാട് സാധനങ്ങളുള്ളതിലൂടെ, ഒരുപാട് മെറ്റീരിയലിസ്റ്റിക്കായ സംഭവങ്ങളുള്ളതിലൂടെ, അതുപോലെ ഒരുപാട് അറിവുകൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിലൂടെ അങ്ങനെയൊന്നും നമുക്ക് ശാന്തി കണ്ടെത്താൻ കഴിയില്ല. നമുക്കൊരു കാംനെസ് ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിലൊരു ഹാപ്പിനെസ് ഉണ്ടാവണമെങ്കിൽ, ഒരു ശാന്തതയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എത്രത്തോളം സിമ്പിളാണോ അത്രയും ശാന്തി നമുക്കുണ്ടാവുമെന്നാണ് പറയുക.